ഇന്ന് സ്കൂളുകളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ലേണിംഗ് ഡിസേബിലിറ്റീസ്. ലേണിംഗ് ഡിസേബിലിറ്റി പരിഹരിക്കുന്നതിനുള്ള 2 മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്താണ് KWL. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു നോ, നിങ്ങൾക്ക് എന്ത് അറിയാം എന്നതാണ് കെ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാലക്സിയെ കുറിച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഗാലക്സിയെ കുറിച്ച് എത്രമാത്രം അറിവുണ്ട് അതാണ് കെ എന്നതിൽ ഉൾപ്പെടുത്തുന്നത്. W എന്നാൽ വാട്ട് യു വുഡ് നോ, നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള സംശയങ്ങൾ. കാരണം ഗാലക്സിയെ കുറിച്ച് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന സംശയങ്ങൾ അതൊക്കെ എഴുതുന്നതിനെയാണ് W അർത്ഥമാക്കുന്നത്. പിന്നെ എൽ ഫോർന്ന് വെച്ചാൽ യു ലേൺ, നിങ്ങൾ എന്തൊക്കെ അതിൽ നിന്ന് പഠിച്ചു അതാണ് എൽ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കെയും ഡബ്ല്യൂയും എല്ലും കൂടി മൂന്നും ഒരു ഫ്ലോ ചാർട്ടിൽ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും ലേണിംഗ് ഡിസേബിലിറ്റീസ് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും വളരെ ഫലപ്രദമായ മാർഗമാണ്. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോമഡോറോ മെത്തേഡ് എന്ന് പറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 മിനിറ്റ് ഒരു കുട്ടിയെ പഠിപ്പിക്കുകയും 5 മിനിറ്റ് ഒരു ബ്രേക്ക് കൊടുക്കുക, വീണ്ടും 25 മിനിറ്റ് കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുക, വീണ്ടും 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം അവസാനം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ബ്രേക്ക് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിയാണ് പോമഡോറോ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പേരൻസും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂട്ടുന്നതിനും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡിസ്ലെക്സിയനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വായന വൈകല്യമാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ഒരു പാരഗ്രാഫ് ആ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കുട്ടിയെ കൊണ്ടല്ല വായിപ്പിക്കേണ്ടത്. നമ്മൾ ആദ്യം ഓരോ വേർഡും എടുത്ത് വായിച്ചതിന് ശേഷം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുക. കുട്ടിക്ക് ഓരോ വരിയും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വരിയുടെയും അടിയിൽ സ്കെയിൽ വച്ച് വരച്ചിട്ട് വേണം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാൻ. അങ്ങനെ ഓരോന്ന് വായിക്കുമ്പോഴും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കുറേ വേർഡ്സ് ആ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. ആ വേർഡ്സ് ഓരോന്നും കുട്ടികളെ കൊണ്ട് വീണ്ടും വായിപ്പിച്ചാണ് വായന വൈകല്യമായ ഡിസ്ലെക്സിയ പരിഹരിക്കേണ്ടത്. പിന്നീട് വരുന്നത് കുട്ടികൾക്ക് ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടിയെ നമ്മൾ സാധാരണ കുട്ടിയായിട്ടല്ല കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു പാരഗ്രാഫ് പഠിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ പീസ് ആയിട്ടാണ് പഠിപ്പിക്കേണ്ടത്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫിനെ തന്നെ ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഓരോ പീസ് വീതമാണ് ആ കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അല്ലാതെ സാധാരണ കുട്ടികളെ പോലെ ഒറ്റയടിക്ക് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 മെത്തേഡും ടീച്ചേഴ്സും പേരൻസിനും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.